അപ്പൊ എത്ര എണ്ണ ഞാൻ പറഞ്ഞുതരാം. 10, 20, 30, 40. 40 എണ്ണിക്കട്ടോ. എണ്ണാണ് 1, 2, 3, 4. എണ്ണുണ്ട്, ഓടിക്കോ. ആരും കാണുന്നില്ലല്ലോ. ആരെങ്കിലും സാറ്റ് വിളിച്ചിണ്ടാവോ? അല്ല നിസാറേ എങ്ങോട്ടാ? സാറ്റ് വിളിക്കാനാ? ഞാൻ സാറ്റ് വിളിക്കാനും വന്നല്ല, ഞാൻ വെള്ളം കുടിക്കാൻ പോയി. ഈ വെള്ളം കുടിക്കാൻ പോവല്ലേ? എന്നാ പോയിക്കോ, ഞാൻ സാറ്റ് വിളിച്ചോളാം. എടാ വിളിക്കല്ലേടാ പ്ലീസ്, ഫസ്റ്റിനെ വിളിക്കല്ലേ. നിസാർ സാറ്റ് വിളിച്ച് കാലട്ടോ, അടുത്ത ഫസ്റ്റ് ചെയ്യായിക്ക് എണ്ണാന്. ഞാനൊന്നും ഉണ്ണൂല അടുത്ത ഫസ്റ്റ്. ഞാനല്ല കളിക്കാൻ, നിങ്ങളായിട്ട് കളിച്ചോളി. നിസാറിനെ സാറ്റ് വിളിച്ചു വന്നതിന് ഇനി എന്തായാലും പോയോക്കാം. ഇവിടെ നിന്നിട്ട് ബോറടിക്കുന്നു. ഒന്ന് അങ്ങോട്ട് പോയോക്കട്ടെ. എന്താ സംഭവിക്കണേ? ഇനിയിപ്പം ഭൂമികൾക്ക് എന്താവോ? എന്താ തോന്നണോ? ഡൈനോസർ പെട്ടല്ലോ, ഞാൻ കുടുങ്ങി. മനുവിനെ കാണുന്നില്ല. ഇതാണ് പറ്റിയ അവസരം. പോയി സാറ്റ് വിളിക്കട്ടെ. മനു സാറ്റ് വിളിച്ച് നിസാറെ അന്നെ രക്ഷിച്ചു. രക്ഷിച്ചിട്ടോ, താങ്ക് യുടാ. പോയോ? എന്ത് കളിക്കാണോ? ഡൈനോസർ ഇങ്ങോട്ട് പോയി വരൂ. ഡൈനോസർ ഈ ഏതോ കാർട്ടൂണിന്റെ കഥ അറിയാ? അല്ലടോ, ഞാൻ ഇപ്പൊ ഡൈനോസറിനെ കണ്ട്. ഇതെന്തൊരു വലിയ ഡൈനോസർ! എനിക്ക് പേടിയാണ്. അങ്ങോട്ട് വരുന്നുണ്ട്. എടാ, നമ്മള് വെട്ടി അപ്പൊ നമ്മളെ തിന്നു. അല്ലടാ, കൊറേ നേരമായല്ലോ ഇഷാനും മെലു പോയിട്ട്. ഓലെ കാണില്ലല്ലോ. അത് കാര്യട്ടോ, എന്തോ സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ പോയോക്ക കാട്ടില്. നിസാറെ ഒന്ന് അങ്ങോട്ട് നോക്ക്. ഡൈനോസർ ഓലെടുത്തതാ മിലു ഇഷാനു. ഞങ്ങളെ രക്ഷിക്ക്. ഓലപ്പ നമ്മളെങ്ങനെ രക്ഷിക്കടാ? ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? എന്തെങ്കിലും ചെയ്യും. ഒരു തേങ്ങ കിട്ടി. എറി എറി. നിസാറെ ഡൈനോസർ പോകുന്നുണ്ട്. നല്ല ഏറ് കിട്ടീന്. ഡൈനോസർ പോയി. അടുത്ത് വരട്ടോ. ഞങ്ങൾ തമാശ കളിച്ചു കേറി. അല്ല മോനെ, ഈ കാട് പറഞ്ഞപ്പോ എത്ര കാട് പ്രതീക്ഷയില്ല. ഈ പാമ്പൊക്കെ ഉണ്ടാവും ഇവിടെ? അങ്ങനെയാണെങ്കിൽ അല്ല, എനിക്ക് പാമ്പിനല്ല പേടിയാ. നിസാറെ എല്ലായിടത്തും പാമ്പും ഒക്കെ ഉണ്ടാവും, നമ്മൾ സൂക്ഷിച്ചാ മതി. ഇവിടെ കറങ്ങണ സാധനം നല്ല രസമുണ്ട്. എണീക്കൂല. അല്ല നിസാറെ, ഈ പാർക്ക് കാട് പിടിച്ച് കിടക്കണേ. അതല്ലേടാ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ പറഞ്ഞിനെ, സോംബികളൊക്കെ ഇവിടെ എന്താക്കാനാ? നമ്മളെ നാട്ടിൽ മൊത്തം സോംബികളല്ലേ. ഈ സ്ഥലം കോലാണ് ഭരിക്കണേ. അത് ശരിയാണല്ലോ. അല്ല, നിങ്ങളെങ്ങോട്ടാ പോണേ? പേടിച്ചോ? അല്ല, ഞങ്ങൾ ധൈര്യം കാണിച്ചാ. സോംബി വരുമ്പോല്ലേ ഈ ധൈര്യം കാണിക്കണേ. എനിക്കൊന്നുമില്ല. ഇത്ര വലിയ പേടിത്തൊണ്ടാമാരം. മോളി മൂട്. നിസാർ ഒന്ന് വന്ന് ആടിയോക്ക്. എങ്ങനെ ആടലും ഇങ്ങനെ? വേഗം പോരി, കുറച്ചുകൂടി വൈകിയാലേ സോംബി വരാൻ ചാൻസ് ഉണ്ട്. നേരെ രാത്രിയാവാനായി. നിസാറെ നമുക്കെന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഏയ്, ഞാൻ കേക്കില്ലല്ലോ. നിസാറെ, ഞാനാ സൗണ്ട് കേട്ടിക്കണേ. സോംബി. സോംബിയാ.
ബൈക്ക് ഓടിക്കാറിയല്ലോ കണ്ടിട്ട്. സാറേ പൂത്തിരി കഴിഞ്ഞാലോ? എടാ അത് പൂത്തിരിയാ, അത് കൊണ്ടുപോയിട്ട് എന്താക്കാനാ? ഞമ്മ അയാളെ പേടിപ്പിക്കല്ലേ വേണ്ടി? ആ എന്നാ വേണ്ടല്ലേ. ഇവന്മാര് കൊറേ നേരല്ല പോയിട്ട്. ഞാനൊരു പടക്കെടുക്കട്ടെ. ഇനിയിപ്പോ ഇവന്മാരെ കയ്യിൽ നിന്ന് പടകം പൊട്ടിണ്ടാവോ? പൊട്ടിക്ക്. ആരാ എടാ നിങ്ങളാ അതിനത്? എനിക്ക് ഇത്ര ധൈര്യമുള്ളൂ. നിങ്ങളെ മുന്നിൽ നിങ്ങൾ അറിയാതെ പടകം പൊടിച്ച് ഞങ്ങൾ പേടിക്കൂലേ? അതും ശരിയാണ്. നിങ്ങൾ ഇന്നെ പേടിപ്പിക്കാനാ ചൂട് വല്യപ്പനെ പേടിപ്പിക്കാനാ വന്നേ? അത് പറഞ്ഞത് ശരിയാട്ടോ. എന്നാലേ നമ്മ നേരം കളയണ്ട, വേഗം പോരി. ആ ചൂടൻ വലിയ പാടം കിട്ടോ? എന്റെ മാങ്ങ നല്ലോണം വലുതായിരുന്നു. ഇത് പോത്തിട്ട് വേണം എനിക്ക് തിന്നാൻ. പഠിച്ചോനെ വല്യപ്പ കണ്ടല്ലോ. എന്താടാ ഇവിടെ നിങ്ങൾക്ക് കാര്യം? അത് വല്യപ്പ ഞങ്ങൾ 2 മാങ്ങ തരുവോ ചോദിക്കാൻ വന്നേനു. മാങ്ങ രണ്ടാളി ഇവിടെ തച്ചു പിടിക്കും. ഞങ്ങൾക്ക് മാങ്ങ വേണ്ട അല്ലേ മനോ? ഇയാൾ ഇങ്ങനെ വിട്ടാ പറ്റൂല, എല്ലാരെയും അടിച്ചോടിക്ക. ഇയാൾ നന്നാക്കണം. നിസാറേ എന്നാ പണി തുടങ്ങിക്കോ. ആ അത് ഞാനേറ്റ്, നിങ്ങൾ ആരും വിസ്മിക്കണ്ട. കൊടക്കെട്ടുക്കെട്ടാണ്. ആ പിള്ളേര് പേടിച്ച്. നിങ്ങൾ എല്ലാരെയും പേടിപ്പിക്കുന്ന സ്വഭാവല്ലേ, ഞാൻ ഇപ്പം മാറ്റി തരാം. ഈ മാങ്ങൊക്കെ വിറ്റിട്ട് വേണോ എനിക്ക് വലിയ പൈസക്കാരാവാൻ. ആ ചൂടനെല്ലാം പേടിച്ച്. ഇനിയിപ്പോ ആകാശം എന്തോ പൊട്ടി വീണാണോ? ആ കഴിഞ്ഞില്ല, ഒന്നുകൂടി കൊടുക്കാം. അങ്ങനെയൊന്നും ഈ ചൂടൻ വീരാൻ പേടിക്കൂല. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, വേഗം വീട്ടിക്ക് പോവാ. വല്യപ്പ പേടിച്ചോടി. വല്യപ്പക്ക് ഒരു ധൈര്യമില്ല. ചൂടൻ വല്യാപ്പ പേടിച്ചോടിയല്ലോ. ഇയാൾക്കൊക്കെ എത്ര ധൈര്യമുള്ളൂ? വല്യപ്പ പോയില്ലേ? അത് പടക്കാണല്ലോ. പിന്നെ നിങ്ങളൊക്കെ പടക്കം കാണിച്ച് പേടിപ്പിക്കല്ലേ? നിങ്ങളെ പണിയെ ഞപ്പ തരാം. ഇയാൾക്ക് ഭ്രാന്താ, ഇവിടുന്ന് സ്ഥലം വിടാ നല്ല. അടുത്ത പടക്കം പിടിച്ചോ. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. എടാ ചൂടൻ വല്യപ്പ നമ്മൾ വിചാരിച്ച ആളല്ല, ഭ്രാന്തനാ. അടുത്ത പടക്കം വരട്ടെ. ഇത് എടോ വീണ്ടും പടക്കം പൊട്ടിക്കണ ജീവമാണ് പറഞ്ഞു.